ഹേ ഗായ്സ്, ഇന്ന് അകക്കൂടെ വാങ്ങിക്കാനുള്ളത് ഒരു ചെറിയ പാക്കറ്റ് പാല് മാത്രമാണ്. അതിനാണ് ഞാൻ രണ്ടുപേരും കൂടി സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. ഇറങ്ങി കഴിഞ്ഞപ്പോൾ അക്കയ്ക്ക് ഒരു ആഗ്രഹം, അക്കയുടെ ഒരു ഫോട്ടോ എടുത്തിട്ട് അക്കയുടെ ഫ്രണ്ടിന് അയച്ചു കൊടുക്കണം, ഈ ഡ്രസ്സിൽ ഒരു ഫോട്ടോ വേണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ആസ് യൂഷ്വൽ ഒരു ആഗ്രഹം പറഞ്ഞാൽ നമ്മൾ സാധിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ അക്കയുടെ വീഡിയോസൊക്കെ എടുത്തു കൊടുത്തു, വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തോട്ട് സാറ്റിസ്ഫൈഡ് ആക്കിയിട്ടാണ് പിന്നെ ഞങ്ങൾ കടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ ഒരു റുട്ടീനായി. ഡെയിലി ഈവനിങ് കടയ്ക്ക് പോവുക, ഒരു പാല് വാങ്ങിയിട്ട് വരിക എന്നുള്ളത് ഡെയിലി ഒരു റുട്ടീൻ പോലെ ആയിട്ടുണ്ട്. ഇപ്പോൾ കടയിൽ പോയാൽ വേറെ പലതും വാങ്ങിക്കാൻ തോന്നിയെങ്കിലും ചില ദിവസങ്ങളിൽ സ്വയം കൺട്രോൾ ചെയ്യും. വേണ്ട, വേറെ ഒന്നും വാങ്ങിക്കണ്ട. വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഷുഗർ ഐറ്റംസ് എന്തെങ്കിലും വാങ്ങിക്കുക. അപ്പോൾ അത് വേണ്ടെന്ന് വെച്ചിട്ട് വാങ്ങിച്ചില്ല. അക്കയുടെ ഫ്രണ്ടാണ് ഈ പാട്ടി. അവരുടെ കയ്യിൽ നിന്ന് ഇടയ്ക്കിടയ്ക്കാണ് പപ്പായ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ പപ്പായ കിട്ടുമെന്ന് നോക്കാൻ വേണ്ടി പോയതാ. പക്ഷെ അത് അവിടെ ഇല്ല. പിന്നെ അവിടെ കറങ്ങി തിരിഞ്ഞ് നിന്നില്ല, വേറെ ഒന്നും വാങ്ങിക്കാനും നിന്നില്ല. ഞങ്ങൾ നേരെ തിരിച്ചു വന്നു. ആക്ച്വലി ഈ സ്ഥലത്ത് ലൈറ്റ് ഓഫ് ആയിരിക്കും. ഞങ്ങളത് ഓൺ ആക്കിയിട്ടാണ് ഈ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ എന്തോ ഒരു കുരുത്തക്കേടിന് എന്നെ ചീത്ത പറയുകയാണ് അക്ക. പക്ഷേ ഭയങ്കര ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അത് ചീത്തയാണെന്ന് തോന്നുകയില്ല. റൂമിലെത്തിയപ്പോൾ ഭയങ്കര ടയേർഡായിരുന്നു. എനിക്കൊന്ന് ഉറങ്ങിയാൽ മതിയെന്നായി. രാത്രിത്തെ ഡിന്നർ എന്ന് പറയുന്നത് പപ്പായ ആയിരുന്നു. ഈ പപ്പായ എനിക്ക് കട്ട് ചെയ്ത് കഴിക്കാനുള്ള മടി കാരണം ഞാൻ അങ്ങനെ അത് കഴിച്ചു. എങ്ങനെയായാലും ഇത് കഴിച്ചാൽ പോരെ. ഉള്ളിൽ പോയി കഴിഞ്ഞാൽ എല്ലാം ഒരേപോലെയാണല്ലോ. ഈ ബേസിക്കലി പപ്പായ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതൊക്കെ കഴിച്ച് കുറച്ച് നേരം ഞാൻ വീണ്ടും വെറുതെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുളിക്കാൻ പോയി. ഇവിടെ ഭയങ്കര ചൂടായത് കാരണം തന്നെ കുളിക്കാണ്ട് കിടന്നുറങ്ങുന്നത് പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റില്ല. കുളി കഴിഞ്ഞാൽ പണിയെടുക്കാൻ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് എല്ലാ പണികളും അതിന് മുന്നേ തീർത്തിട്ടേ ഞാൻ കുളിക്കാൻ പോകാറുള്ളൂ.